ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ ഇന്നലെ താഷ്കണ്ട് എത്തി. താഷ്കണ്ടിൽ നിന്ന് രാവിലെ ഇങ്ങോട്ട് തിരിച്ചു. ഇപ്പോൾ ഞാൻ കറണ്ടിലുള്ള ഫർഗാനയിലാണ്. ഫർഗാന എന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിറ്റിയാണ്. അങ്ങനെ ഫർഗാന സിറ്റിയിലുള്ള ഫർഗാന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് ഞാൻ ഇന്നുള്ളത്. അപ്പോൾ ഇന്ന് വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ഫർഗാന മെഡിക്കൽ കോളേജിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് എങ്ങനെയാണ്, ദെൻ എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഇതിനകത്ത് അവർ കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, ദെൻ ഹോസ്റ്റലിൽ പോകുന്നുണ്ട്, പിന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ പോയി കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇതിലൂടെ എന്ത് ചെയ്യാം, നമുക്ക് ഈ കോളേജിൽ എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഉള്ളതെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ എൻട്രൻസ് കടന്ന് അകത്തോട്ട് കയറി. ഇത് നമ്മുടെ ഫർഗാന മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് ബ്ലോക്കിൻ്റെ ഒരു ഫ്രണ്ട് പോർഷനാണ്. ഫ്രണ്ടിൽ തന്നെ കുറച്ച് ബുക്സൊക്കെ വെച്ചിട്ട് സ്റ്റുഡൻസിനൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയർസൊക്കെ ഇട്ട് നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. ഒരു 4 കെട്ടിൻ്റെ രീതിയിലാണ് അവരുടെ ഈ ഒരു അക്കാഡമിക് ബ്ലോക്ക് നിർമ്മിച്ചേക്കുന്നത്. അപ്പോൾ എന്നെ കൊണ്ട് നടന്ന് എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാനായിട്ട് ഡോക്ടർ അഭിഷേക് കൂടെ ഉണ്ട്. അഭിഷേകാണ് ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന. അഭിഷേക് ഫുൾ ടൈം ഇവിടെ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാളാണ്. ഫർഗാന മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഞാൻ വരുമ്പോൾ ചിന്തിച്ചത് ഈ ഒരു ബിൽഡിംഗ് മാത്രമാണ് ഫർഗാന മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെന്ന്. നിങ്ങൾ ഈ കാണുന്നൊരു സംഭവം ഉണ്ടല്ലോ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്സിൻ്റെ, അതായത് MBBSൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ബുക്സിൻ്റെ QR കോഡ്സാണ്. ഈ QR കോഡ്സ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടലായിട്ടുള്ള PDF നമുക്ക് ലഭിക്കും. അവിടെ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ അകത്തോട്ട് കയറി ഫ്രണ്ടിൽ നിന്ന് ലെഫ്റ്റ് കയറുമ്പോഴാണ് യൂണിവേഴ്സിറ്റിയുടെ അകത്തോട്ടുള്ള പേയ്മെൻറ്റ്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു യൂണിവേഴ്സിറ്റിയുടെ അകത്തുള്ളൊരു വാഷ്റൂമാണ് കേട്ടോ. നമ്മുടെ ഒരു 3 സ്റ്റാർ ഹോട്ടൽ അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ചെയ്തിരിക്കുന്ന പോലെ നല്ല അടിപൊളി ക്ലീനായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പുറമേ നിന്ന് കാണുന്നതിനപ്പുറം ഉള്ളിലോട്ട് പോകുമ്പം അത്രയേറെ ഫെസിലിറ്റിയാണ് ഒരുക്കിയിരിക്കുന്നത്. പിന്നെ ഞാൻ ഫസ്റ്റ് ഇവിടെ വരുമ്പോൾ ഞാൻ ചിന്തിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇവരുടെ ഒരു അക്കാഡമി ബ്ലോക്ക് എന്നാണ്. പക്ഷേ ഇവിടെ ഇവർക്കുള്ളത് ജസ്റ്റ് 3 ഡിപ്പാർട്ട്മെൻറ്റ്സാണ്. ബാക്കിയുള്ള ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകളും സെപ്പറേറ്റ് ബിൽഡിങ്ങുകളിലാണ്. അത് നമ്മുടെ നാട്ടിലുള്ള ഒരു മെഡിക്കൽ കോളേജിൻ്റെ വലിപ്പമുള്ള ഏകദേശം 10-15ഓളം ബിൽഡിങ് ഇവർക്കുണ്ട്. ഓക്കെ, അത്രയേറെ ഫെസിലിറ്റിയുള്ള ക്യാമ്പസ്. ഹോസ്പിറ്റലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേറെ ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെയാണ്. ഞാനിതിൻ്റെ എല്ലാത്തിൻ്റെ വീഡിയോ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. അത് എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത് വരുന്ന ഘട്ടങ്ങളിൽ അത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബയോകെമിസ്ട്രി ലാബാണ്. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമേ ഉള്ളതാണ് കേട്ടോ. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ബയോകെമിസ്ട്രി ലാബും ദെൻ സാമ്പിൾ കളക്ഷൻ യൂണിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള മെഷീൻസൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ വീഡിയോസും ഞാൻ അടുത്തുള്ള വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. അതും ഞാൻ ഷെയർ ചെയ്യുന്ന സമയത്ത് വീഡിയോയുടെ താഴെ ലിങ്ക് കൂടെ ഇട്ടുതരാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ വീഡിയോസും മിസ്സാവാണ്ട് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു അടിപൊളി സ്ഥലത്താണ്. ഇവിടെ ചെരുപ്പ് അലൗഡല്ല. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, ചെരുപ്പൊക്കെ ഊരിയിട്ട് അകത്തോട്ട് കയറി. ഇതാണ് ഇവിടുത്തെ ലൈബ്രറി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതായത് എന്ത് ഭംഗിയായിട്ടാണ് ലൈബ്രറി സെറ്റ് ചെയ്തേക്കുന്നത്. സ്റ്റുഡൻസിന് ഇരിക്കാനുള്ള ഇരിപ്പിടത്തിൻ്റെ 4 സൈഡിൽ ബുക്സൊക്കെ വെച്ചിട്ട് അത്രയേറെ ഭംഗിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ലൈബ്രറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് 3 ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ 3 ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ടി മാത്രമുള്ള ബുക്സ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വളരെ ഭംഗിയായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനപ്പുറം നമ്മൾ അവിടെ പോയിട്ട് നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള കോളേജുകളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് കുട്ടികൾക്ക് പഠിക്കുന്നതിൻ്റെ ഒരു പ്രഷർ ഒഴിവാക്കാനായിട്ട് ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ തറയിൽ വന്നിരിക്കാം, ഇല്ലെങ്കിൽ ഈ ബുക്സൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഷെൽഫിൻ്റെ ഇടയിൽ ഈ ഇത്തരത്തിലുള്ള കസേരകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ വേണമെങ്കിൽ വന്നിരുന്ന് പഠിക്കാം. അപ്പോൾ അത്തരത്തിൽ വളരെ നല്ല രീതിയിലാണ് ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമുള്ള ഒരു കോൺഫറൻസ് ഹോളാണ്. അറൗണ്ട് ഒരു 200 സ്റ്റുഡൻസിന് അറ്റ് എ ടൈം കോൺഫറൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കോമൺ ലെക്ചേഴ്സോ കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോൺഫറൻസ് ഹോൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള പ്രോഗ്രാംസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ കോമൺ ലെക്ചേഴ്സോ ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള ഗസ്റ്റ് ലെക്ചേഴ്സൊക്കെ വരുന്ന സമയത്ത് സ്റ്റുഡൻസിന് ഇവിടെ വെച്ചിട്ടായിരിക്കും ക്ലാസ് കൊടുക്കുന്നത്. ഓക്കെ,
ഇനി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ടോട്ടൽ കോഴ്സ് എന്ന് പറയുന്നത് 5 ഇയർ ഡ്യൂറേഷനാണ്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് 5 ഇയർ ഡ്യൂറേഷനാണ്. പക്ഷേ അവിടുത്തെ സ്റ്റുഡൻസിന് 6 ഇയേഴ്സ് ആണ് വരുന്നത്. ഓൾറെഡി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ 5 ഇയർ ഡിഗ്രി അംഗീകരിച്ചിട്ടുള്ള ഇതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 5 ഇയർ ഡിഗ്രി എടുത്തതിന് ശേഷം ഇന്ത്യയിൽ വന്നിട്ട് നെക്സ്റ്റ് പരീക്ഷ എഴുതി നാട്ടിൽ വർക്ക് ചെയ്യൽ പോസിബിളുമാണ്. ഇനി നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്. നമുക്ക് എന്തായാലും പോയിട്ട് എന്ത് ചെയ്യാം, ഇവരുടെ ഒരു ഇൻഡോർ സ്റ്റേഡിയം അല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിന് അടുത്തായിട്ട് തന്നെ എന്തുണ്ട്, അകത്തായിട്ട് ഒരു ജിം അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പം ഒരു ഈവൻ ഫ്രീ ടൈമിലൊക്കെ വേണമെങ്കിലും സ്റ്റുഡൻസിന് വർക്കൗട്ട് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് വർക്കൗട്ട് ചെയ്യാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിനകത്തുള്ള കോളേജിൻ്റെ സെക്കൻഡ് ഫ്ലോറിലായിട്ടുള്ള ഒരു ഇൻഡോർ പ്ലേ ഗ്രൗണ്ടാണ്. ഓക്കെ, ഇതൊരു പർപ്പസ് പ്ലേ ഗ്രൗണ്ടാണ്. ഇവർക്ക് എന്ത് ചെയ്യാം, ഇവിടെ ബാസ്ക്കറ്റ്ബോളോ വോളിബോളോ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് കളിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ ഫെസിലിറ്റിയോട് കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് അവർ കോളേജിനെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കോളേജുകളൊക്കെ കണ്ടു പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത്. ഓക്കെ, ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ പോലുള്ള ഒരു രാജ്യത്തിൽ വളരെ കുറഞ്ഞ ചിലവിൽ ഇപ്പം ജസ്റ്റ് $3500 അവിടുത്തെ ട്യൂഷൻ ഫീസ് വരുന്നത്. ഫുഡ് ആൻഡ് അക്കോമഡേഷനും ഹോസ്റ്റൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചേർത്തിട്ട് മാക്സിമം ഒരു 20 മുതൽ 22 ലക്ഷം രൂപ വരെ ടോട്ടൽ പാക്കേജ് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു കോളേജിൻ്റെ ഫെസിലിറ്റിയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇതൊരു എൻ്റയർ കോളേജിൻ്റെ ഫെസിലിറ്റി അല്ല, അവിടെയുള്ള ജസ്റ്റ് 3 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇരിക്കുന്ന ബിൽഡിങ്ങിനകത്തുള്ള ഫെസിലിറ്റി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ടോട്ടലായിട്ട് ആ ഒരു കോളേജിൻ്റെ ഫെസിലിറ്റി എത്രമാത്രം വലുതായിരിക്കുമെന്ന്. ഞാനിവിടെ പോയതിന് ശേഷം ഇവിടെ ഓടി നടന്ന് വീഡിയോ എടുത്ത് തളർന്നു എന്ന് തന്നെ പറയാം. കാര്യം അത്രയേറെ കാണാനുണ്ട്. ഒരു 1.5 കിലോമീറ്ററിനകത്ത് പല സെക്ഷനിലായിട്ടാണ് വരുന്നത്, ഇവരുടെ ബിൽഡിങ്സും കാര്യങ്ങളെല്ലാം വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ മെസ് ഏരിയക്കകത്താണ്. ഇവരുടെ എല്ലാ ബ്ലോക്കിനകത്തും സെപ്പറേറ്റ് ആയിട്ട് ഒരു കഫറ്റേരിയ ഉണ്ടാവും. ഇവിടുത്തെ കഫറ്റേരിയ വളരെ വലുതാണ്. ഇപ്പോൾ ഈദിൻ്റെ ടൈമിലാണ് ഞാൻ വരുന്നത്, അതുകൊണ്ട് തന്നെ കഫറ്റേരിയ റണ്ണിങ് ആയിരുന്നില്ല. ഇതിൻ്റെ തലേന്ന് ആളാണ് ഞാൻ ഫർഗാനയിലെത്തിയത്. അപ്പോൾ അന്ന് കഫറ്റേരിയ കാര്യങ്ങളൊന്നും റണ്ണിങ് ആയിരുന്നില്ല. നമ്മുടെ നാട്ടിലുള്ള ഒരു 3 സ്റ്റാർ റെസ്റ്റോറൻറ്റ് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ അത്രയും വലിയ ഒരു റെസ്റ്റോറൻ്റാണ്. ഓക്കെ, വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഇതെല്ലാം അലങ്കരിച്ച് വളരെ ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ ഒരു കോളേജിനകത്തുള്ള ഒരു ക്യാൻറ്റീനോ അല്ലെങ്കിൽ കോളേജിനകത്തുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയത്തില്ല. ഓക്കെ, അത്രയും നല്ല രീതിയിലാണ് എന്ത് ചെയ്തേക്കുന്നത് ഈ ഒരു റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ പറയുന്നത് റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാ കാര്യങ്ങളും അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നോർമലി നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇനി വരുന്ന വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഡീൻ മാഡത്തെയാണ്. മാഡം ഉണ്ട് എന്നാണ് തോന്നുന്നത്, അങ്ങനെ അഭിഷേക് മാഡം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ടിൽ നിന്ന് പോകുന്ന ആളാണ് കേട്ടോ, ഡോക്ടർ അഭിഷേക്. പുള്ളിയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന പുള്ളിയാണ്. പുള്ളിയുടെ ഹോസ്റ്റലിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇതാണ് നമ്മളെ ഡീൻ മാഡം. ഓക്കെ, ഭയങ്കര സന്തോഷമായിട്ടാണ് നമ്മൾ വരവേറ്റത്. അപ്പോൾ നമുക്കൊരു ക്ലാസ് റൂം ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സ്റ്റുഡൻസ് ഇരിക്കുന്ന ഒരു ക്ലാസ് റൂം, അങ്ങനെ അത് നമുക്ക് കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റുഡൻസ് ഇരിക്കുന്ന ഒരു ക്ലാസ് റൂം ഒന്ന് കാണാൻ. ഓക്കെ, എനിക്ക് തോന്നുന്ന ക്ലാസ് നടക്കുന്നത് കൊണ്ട് തന്നെ മാഡം പോയി പെർമിഷൻ എടുത്തു. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത്. 12 മുതൽ 15 കുട്ടികൾ വരെയാണ് ഒരു ക്ലാസ് റൂമിനകത്ത് വരുന്നത്. ഓക്കെ, വളരെ നന്നായിട്ടാണ് ഒരു ക്ലാസ് റൂം സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഓരോ സ്റ്റുഡൻറ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള കുഞ്ഞ് ഷെൽഫുണ്ട്. അവരുടെ വേണമെങ്കിൽ ബുക്സൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ട് പോകാൻ ആവശ്യമില്ലാത്തത് അത് ക്ലാസ്സിൽ ഡെയിലി എടുത്തിട്ട് വരേണ്ട ആവശ്യമില്ല. പിന്നെ അവരുടെ ഓരോ സ്റ്റുഡൻറ്റിൻ്റെ ടാസ്ക് സെപ്പറേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്ത് ചെയ്യാം, അവർക്ക് അതിനനുസരിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ നന്നായിട്ടൊരു കോളേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കാൻ സാധിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഓക്കെ, ഇതാണ് ടോട്ടലായിട്ട് ബിൽഡിങ്. നമ്മുടെ ഒരു 4 കെട്ടിൻ്റെ രീതിയിലാണ് ഈ ഒരു ബിൽഡിങ് എന്ത് ചെയ്തേക്കുന്നത്, അവർ ബിൽഡ് ചെയ്തേക്കുന്നത്. ഇത്തരത്തിലുള്ള കുറേയേറെ കാഴ്ചകൾ ഇനിയും കാണാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.